നമസ്കാരം. ഞാൻ ഡോക്ടർ സുഭാഷ് ബി പിള്ളൈ. ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. COVID-19 എന്ന് പറഞ്ഞ അസുഖം പ്രധാനമായിട്ടും നമ്മുടെ മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ അത് മറ്റ് അവയവങ്ങളെയും ബാധിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലോകമെമ്പാടുമുള്ള പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ വൈറസ് ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിലേക്ക് കടക്കുന്ന ACE2 റിസപ്റ്റർ കിഡ്നി തുടങ്ങിയ പല അവയവങ്ങളിലും വളരെ വ്യാപകമായ രീതിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈറസ് വൃക്ക, ഹാർട്ട് തുടങ്ങിയ അവയവങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കാനും അത്തരം അവയവങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ, അമേരിക്കയിൽ നിന്നുള്ള പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ, അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റായ കോവിഡ് രോഗികളിൽ ചില കണക്കുകൾ പ്രകാരം ഏതാണ്ട് 20 മുതൽ 40% വരെ COVID-19 ബാധിച്ച രോഗികളിൽ വൃക്ക ഡാമേജിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 10-15% ആളുകൾക്ക് ഡയാലിസിസ് പോലുള്ള സങ്കീർണമായ ചികിത്സകൾ ചെയ്യേണ്ടുന്ന രീതിയിലുള്ള ഗുരുതരാവസ്ഥയിൽ ഈ വൃക്ക രോഗം എത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വൈറസ് വൃക്കകളെ ബാധിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളൊന്നും നമുക്കിതുവരെയും കിട്ടിയിട്ടില്ല. ഈ അസുഖം ബാധിച്ച പല ആളുകളുടെയും ശരീരസ്രവങ്ങളോടൊപ്പം തന്നെ യൂറിനകത്തും ഈ വൈറസിൻ്റെ പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അസുഖം മൂർച്ഛിച്ച് മരണപ്പെട്ട ആളുകളുടെ ഓട്ടോപ്സി ചെയ്തതിന് ശേഷം അവരുടെ വൃക്കകളിൽ നിന്നും ഈ വൈറൽ പാർട്ടിക്കിൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ വൈറസ് നേരിട്ട് വൃക്കകളെ ബാധിച്ചതാണ് എന്ന് അനുമാനിക്കാൻ വയ്യ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് വൃക്കയുടെ ശരീരത്തിലെ ഒരു പ്രത്യേക പൊസിഷൻ വെച്ച് രക്തചംക്രമണത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം സ്വീകരിക്കുന്ന ഒരു അവയവം എന്നുള്ള നിലയിൽ, അതുപോലെ ഒരുപാട് ശരീരത്തിലെ ഈ ആൻറ്റിബോഡി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇമ്മ്യൂണോളജിക്കൽ സിങ്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവയവമാണ് വൃക്ക. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇത്തരം അണുബാധകളുമായിട്ട് ബന്ധപ്പെട്ട് ആൻറ്റിജനുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സ്വീകരിച്ച് വെക്കുന്ന ഒരു സിങ്ക് പോലെ വൃക്കകൾ പ്രവർത്തിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ ഈ COVID-19 ഭാഗമായിട്ടുണ്ടാകുന്ന ഹാർട്ടിൻ്റെ രക്തമിടിപ്പിലും BP-യിലൊക്കെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസൊക്കെ വൃക്കകളെ ബാധിക്കാറുണ്ട്. ഓക്സിജൻ്റെ ലെവൽ കുറയാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വൃക്കപരാജയം വളരെ വ്യാപകമായിട്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അറിയേണ്ടുന്ന കാര്യം, ഓൾറെഡി വൃക്ക ഡാമേജ് വന്നിട്ടുള്ള ആളുകളിൽ, കിഡ്നി ഫെയിലിയർ വന്നിട്ടുള്ള ആളുകളിൽ COVID-19 വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ കണ്ടുവരുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് ഈ വൃക്ക രോഗികൾക്ക് COVID-19 വരാനുള്ള സാധ്യത മറ്റുള്ളവരോടൊപ്പം തന്നെയാണെങ്കിലും COVID-19 വന്നു കഴിഞ്ഞാൽ അത് സങ്കീർണമാവാനുള്ള സാധ്യത, ആശുപത്രിവാസത്തിനുള്ള സാധ്യത, ഓക്സിജൻ റിക്വയർമെൻറ്റിനുള്ള സാധ്യത, വെൻറ്റിലേറ്റർ സപ്പോർട്ട് വേണ്ടി വരാനുള്ള സാധ്യത, മരണസാധ്യത, ഇത്രയും കാര്യങ്ങളെല്ലാം ഈ വൃക്ക രോഗികൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏതാണ്ട് 10 ഇരട്ടിയോളം കൂടുതലാണെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കൂട്ടം ആളുകൾ ഈ വൃക്ക പരാജയം വന്ന് അതേസമയം ഡയാലിസിസ് എത്തിയിട്ടില്ലാത്ത ആളുകളാണ്. അവർക്ക് സംഭവിക്കുന്ന COVID-19 പല കേസുകളിലും നേരിട്ട് സമ്പൂർണ്ണ വൃക്ക പരാജയത്തിലോട്ട് പോവുകയും തിരിച്ചു വരാനാകാത്ത രീതിയിലുള്ള സ്ഥിരമായി ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് വൃക്ക രോഗികളിൽ കോവിഡ് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിലുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എത്രയും വേഗം വിദഗ്ധ വൈദ്യ ചികിത്സ, പ്രത്യേകിച്ചും ഒരു വൃക്കരോഗ വിദഗ്ധൻ്റെ സേവനം ആവശ്യപ്പെടുകയും അതനുസരിച്ച് അവരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ചികിത്സാ രീതികൾ അനുവർത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡയാലിസിസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കോവിഡ് വന്നതിന് ശേഷം അവരുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള തൂക്കം വളരെ ഫ്ലക്ച്വേഷൻസ് വരാൻ സാധ്യതയുണ്ട്. തൂക്കം വല്ലാതെ അങ്ങ് കുറയാൻ സാധ്യതയുണ്ട്. ഡയാലിസിസ് രോഗികൾ അവരുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെയും ഉപ്പിൻ്റെയൊക്കെ അളവ് നിയന്ത്രിക്കുന്നത് ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പുമായിട്ടുള്ള തൂക്കം നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ തൂക്കത്തിലുണ്ടാകുന്ന മാറ്റം അവരുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെയും അളവിനെയും ഡയാലിസിസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഉപ്പിൻ്റെ അളവിനെയൊക്കെ നിയന്ത്രിക്കുമെന്നുള്ളതിനാൽ ഈ കാര്യത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാവുകയും കൃത്യമായും നെഫ്രോളജി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഈ തൂക്കം ക്രമീകരിക്കുകയും BP-യുടെ മരുന്നുകൾ ക്രമീകരിക്കുകയും ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ്.
അവസാനമായിട്ട് ട്രാൻസ്പ്ലാന്റ് രോഗികളുടെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല തരത്തിലുള്ള അസുഖങ്ങൾ നമുക്കറിയാം. ബ്ലാക്ക് ഫംഗസ് എന്നും വൈറ്റ് ഫംഗസ് എന്നും തുടങ്ങി നിരവധി സങ്കീർണങ്ങളായ പൊതുവേ പ്രത്യക്ഷത്തിൽ ഉപദ്രവകാരി അല്ലാത്ത പലതരം ജീവികളും COVID-19 വന്ന് ബാധിച്ച ആളുകളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ COVID-19 ബാധിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വളരെ കുറച്ച് ഒരു ഗ്യാപ്പ്, നമ്മൾ പൊതുവെ 1 മാസമാണ് ഗ്യാപ്പ് പറയുന്നതെങ്കിലും ഒരു 2-3 മാസത്തെ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ചെയ്തിട്ടില്ല, പ്രതിരോധശേഷി പൂർണ്ണമായും തിരികെ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ട്രാൻസ്പ്ലാന്റുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ചുകൂടെ സുരക്ഷിതം എന്നുകൂടി പറയാം. നന്ദി.